ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് വളരെ സിമ്പിളും ടേസ്റ്റിയുമായിട്ടുള്ള ഒരു തരി കാച്ചിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഇതിനെ തരിക്കഞ്ഞിയുമെന്ന് പറയാം. അതെങ്ങനെ തയ്യാറാക്കുമെന്ന് നോക്കാം. അതിനായി ഞാനിവിടെ 2.5 ഗ്ലാസ് പാലാണ് എടുത്തിട്ടുള്ളത്. പാല് നന്നായി തിളച്ച് വന്നതിന് ശേഷം അതിലേക്ക് 5 സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 5 സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മധുരമൊക്കെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ചേർത്തതിന് ശേഷം നന്നായി പാല് ഇളക്കി യോജിപ്പിക്കാം. പാല് നന്നായി തിളച്ച് വന്നതിന് ശേഷം അതിലേക്ക് റവ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വറക്കാത്ത റവയാണ് ചേർത്ത് കൊടുക്കുന്നത്. വലിയ 2 ടേബിൾ സ്പൂൺ റവയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. വറക്കാത്ത റവയിൽ ചേർത്തെടുക്കുമ്പോഴാണ് ഇതിൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. റവ ചേർത്തതിന് ശേഷം നന്നായി ഇളക്കിയെടുക്കാം, ഇല്ലെങ്കിൽ കട്ട കെട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഇനി അതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. മധുരം ഒന്ന് ബാലൻസ് ചെയ്ത് കിട്ടാൻ വേണ്ടിയാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി അല്പം ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് നന്നായി മിക്സാക്കി എടുക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പേജ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. റവയൊക്കെ ഇവിടെ നന്നായി പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. കൂടുതൽ കട്ടിയും കൂടുതൽ ലൂസും അല്ലാതെ ഈ ഒരു പാകത്തിന് വേണം തയ്യാറാക്കിയെടുക്കാൻ. ഇനി നമുക്കിത് അടുപ്പിൽ നിന്ന് മാറ്റി വെക്കാം. ഇനി ഒരു പാത്രത്തിൽ അല്പം നെയ്യ് ഒഴിച്ച് ചൂടായതിനു ശേഷം മുന്തിരി ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ അണ്ടിപ്പരിപ്പും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടില്ല. ഇനി ചെറിയൊരു കഷ്ണം സവാള കൂടി ഇതിലേക്ക് ചേർത്ത് നന്നായി ബ്രൗൺ കളർ ആവുന്നതുവരെ വഴറ്റിയെടുക്കാം. ഉള്ളിയൊക്കെ നന്നായി വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്കിനി നേരത്തെ മാറ്റി വെച്ച തരിയിലേക്ക് ചേർത്ത് കൊടുക്കാം. വളരെ ടേസ്റ്റിയും സിമ്പിളുമായിട്ടുള്ള തരിക്കഞ്ഞി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി ഇത് ചൂടോടുകൂടി നമുക്ക് ഗ്ലാസ്സിലേക്ക് മാറ്റാം. ഇനി അടുത്ത മറ്റൊരു വീഡിയോയുമായി വരുന്നവരേക്കും ബൈ ബൈ.